ഈ വെള്ളം നിങ്ങൾ നോക്ക്. നാട്ടിലെ കർഷകരും കർഷക തൊഴിലാളിയുടെ മക്കൾ മാത്രമാണ്. ഒരു പ്രൊഫഷണൽസ് ഇല്ലാതാണ് അടിച്ചത്. പ്രൊഫഷണൽ ആരുമില്ല. അതാ BBC-യുടെ കരുത്ത്. മറ്റെല്ലാ വെള്ളത്തിലും 30 പേര് 25 വരെയൊക്കെ ഉണ്ട്. അവരെയൊക്കെ വെട്ടി വെച്ച് ഞങ്ങളുടെ കരുത്ത് തന്നെയാണ്. റിപ്പോർട്ടർ ചാനൽ വള്ളംകളി കൊണ്ടുവന്നതിന് ഏറ്റവും വലിയ പങ്കുവച്ച റിപ്പോർട്ടർ ചാനൽ BBC-യുടെ വലിയൊരു കഴിവുകളാണ്. എല്ലാ അഭിനന്ദനങ്ങളും. തീർച്ചയായും ഉണ്ണി ബാലകൃഷ്ണൻ, സുജയ പാർവതി, ഇത് ചരിത്രമാണ്. ചരിത്രം തിരുത്തിയ നിമിഷമാണ്. അതിന്റെ ആവേശമാണ് ഇവിടെ കാണുന്നത്. തുഴയെറിഞ്ഞ് പുന്നമടയുടെ ഓളങ്ങളെ വകഞ്ഞു നീക്കി ഇവിടെ ചരിത്രം കുറിച്ചാണ് ഈ ബോട്ട് ക്ലബ്ബ്. ഈ ഓരോ അംഗങ്ങളും അവർ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടിന്റെ ഫലം, മാസങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം, ഒരുപാട് ആശങ്കകൾക്കൊടുവിലും ഇവിടെ നമ്മൾ വള്ളംകളിയിലേക്ക് എത്തി. അവിടെ ചരിത്രം തിരുത്തിക്കൊണ്ടിതാ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇവിടെ ചരിത്രം തിരുത്തിയതാ. ഒരുപാട് പേർക്ക് അവരുടെ വിജയകഥകൾ പറയാനുണ്ട്. അവർക്ക് അവരുടെ കഷ്ടപ്പാടിന്റെ കഥകൾ പറയാനുണ്ട്. അവർ വലിയ ആവേശവും അവർക്ക് പങ്കുവെക്കാനുണ്ട്. പറയൂ. ഒരു പ്രൊഫഷണൽസും ഇല്ലാതെ ഞങ്ങളെ വള്ളം ജയിച്ചത്. ഒരു പ്രൊഫഷണൽസും ഇല്ലായിരുന്നു. ഞങ്ങൾ നാടൻ പിള്ളേർ വെച്ച് ഞങ്ങളെ വള്ളം ജയിച്ചത്. ഒരു ശക്തമായ പ്രകടനമായിരുന്നു. പള്ളാത്തുരുത്തിക്ക് ഹാട്രിക്ക് വിജയം. ഇനി അടുത്ത വർഷം ഹാട്രിക്ക് നേടിയിരിക്കും പള്ളാത്തുരുത്തി. ഉറപ്പ്. അഞ്ചാം വിജയം സാറിന്റെ അധിക ട്രെയിനിങ് തകർത്തിട്ടാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇപ്രാവശ്യം പണിയെടുക്കുക, ജയിക്കുക. വളരെ അടിപൊളി മത്സരമായിരുന്നു. വമ്പിച്ച വിജയം. ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങനെ ചരിത്രം കുറിച്ചതിന്റെ ആവേശമാണ് നമ്മൾ കാണുന്നത്. ഇനി ആ ട്രോഫിയിലേക്ക്, നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ട്രോഫിയിലേക്ക് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എത്തും. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയത്തിനകം ഈ കാണുന്ന വള്ളത്തിലേക്ക്, ഈ കാണുന്ന ടീമിലേക്ക് നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ട്രോഫി എത്താൻ പോവുകയാണ്. ചരിത്രം തിരുത്തി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ 5ാം തവണ, തുടർച്ചയായ 5ാം തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലേക്ക്, BBC-യിലേക്ക് ആ ട്രോഫി എത്താൻ പോകുന്നു. നിമിഷങ്ങൾക്കകം ആ ചരിത്ര മുഹൂർത്തത്തിന് ഈ കാണുന്ന ടീം സാക്ഷിയാകും. നമ്മൾ അത് കാണും. നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കും. കാരിച്ചാലിനൊപ്പം റിപ്പോർട്ടർ വള്ളംകളി തിരിച്ചു കൊണ്ടുവന്നതിന് കാരിച്ചാലിന്റെ സന്തോഷം റിപ്പോർട്ടറിനെ അറിയിക്കുന്നു. അതിന് ഒരുപാട് നന്ദി പ്രിയപ്പെട്ട പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. നിങ്ങൾ നമുക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ